പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കാണുക. ഈ ചാനലിലെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമുക്ക് വിശദമായ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വളരെ വിശദമായിട്ട് നമ്മൾക്കറിയാവുന്ന രണ്ട് ടേമുകളാണ് ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്കിലും നമ്മൾ അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നമ്മൾക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്യാപിറ്റൽ ഫിക്സ്ഡ് ഓർ ബ്ലോക്ക് ക്യാപിറ്റൽ ജനറലി റിഫേഴ്സ് ടു ദ എമൗണ്ട് റിക്വയർഡ് ഫോർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. കാരണം ഇറ്റ് റിഫേഴ്സ് ടു ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്. ഇറ്റ് മീൻസ് ദ എമൗണ്ട് സ്പെൻഡ് or amount required for acquiring fixed asset. ഫിക്സഡ് അസറ്റ് വാങ്ങുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട അസറ്റാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ ലോങ് ടേം പർപ്പസിനാണ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റ് വാങ്ങുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു ദ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. It refers to the cost of fixed or durable asset like land, building, machinery, equipment, furniture. These all about the examples of fixed asset. ഈ തരത്തിലുള്ള ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് അതിന്റെ കോസ്റ്റിനെയാണ്, അല്ലെങ്കിൽ അത് വാങ്ങുവാനോ അല്ലെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനോ ഉപയോഗിക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് ഫിക്സഡ് ക്യാപിറ്റൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ കോസ്റ്റ് ഓഫ് ഫിക്സഡ് ഓർ ഡ്യൂറബിൾ അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, എക്വിപ്മെന്റ്, ഫർണിച്ചർ. These assets are intended for permanent use in the business, that is for a long period of time. It is permanent capital in the sense that it remains business throughout its life. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ പെർമനന്റ് യൂസിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരം അസറ്റുകൾക്കൊക്കെ ചെലവാക്കുന്ന എമൗണ്ട് ആണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾക്ക് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിസിനസിന്റെ ലൈഫിൽ മുഴുവനുമായിട്ടും അല്ലെങ്കിൽ ബിസിനസിന്റെ എൻ്റയർ ലൈഫ് ഓഫ് ദ ബിസിനസ്സിലും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ പെർമനന്റ് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ട് അതിന് ചെലവാക്കുന്ന ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. നേരത്തെ പറഞ്ഞു, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് അസറ്റിൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വാങ്ങുക ആണ് അർത്ഥമാക്കുന്നത്, അക്വയർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫിക്സഡ് ക്യാപിറ്റൽ. Then, what are the factors determining fixed capital requirement? ഒരു ഓർഗനൈസേഷന്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഫിക്സഡ് അസറ്റ് റിക്വയർമെന്റ്, ഒരു ഓർഗനൈസേഷന്റെ ഫിക്സഡ് അസറ്റ് റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ സ്വഭാവത്തിനനുസരിച്ച് അതിന്റെ ഫിക്സഡ് അസറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ ഓർഗനൈസേഷനും ഓരോ തരത്തിലുള്ള ഫിക്സഡ് അസറ്റ് റിക്വയർമെന്റ് ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നാച്ചർ ഓഫ് ബിസിനസ് നമ്മുടെ ഈ ഫിക്സഡ് അസറ്റ് റിക്വയർമെന്റിന്റെ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് റിക്വയർ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഫിക്സഡ് അസറ്റ്. സിമിലർലി ഹെവി പ്രോജക്ട് ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി റിക്വയർ ഹെവി എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എല്ലാം ഫിക്സഡ് ക്യാപിറ്റൽ ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫിക്സഡ് ക്യാപിറ്റലും കൂടുതൽ വേണ്ടി വരും.
മനസ്സിലായല്ലോ. പബ്ലിക് സെക്ടർ കമ്പനീസ് എല്ലാം അത് അവിടെയൊക്കെ ഫിക്സഡ് അസറ്റ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ ഒരുപാട് വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ നാച്ചർ ആ ഓർഗനൈസേഷന്റെ ഫിക്സഡ് ക്യാപിറ്റലിനെ ബാധിക്കുന്നുണ്ട്. ചില ഓർഗനൈസേഷനിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ടി വരും, ചില ഓർഗനൈസേഷന് കുറച്ച് മാത്രം മതിയാകും. അതായത് ഇപ്പോൾ ഈ ഹെവി പ്രൊജക്റ്റിനുണ്ടാകും, സ്റ്റീൽ ഇൻഡസ്ട്രി, അയൺ ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ ഫിക്സഡ് അസറ്റ് ഒരുപാട് വേണം. അതുകൊണ്ട് തന്നെ അവിടെ ഫിക്സഡ് ക്യാപിറ്റലും ആവശ്യമാണ്. അപ്പോൾ ഒരു ബിസിനസിന്റെ സ്വഭാവം ആ ബിസിനസിന്റെ ഫിക്സഡ് അസറ്റ് റിക്വയർമെന്റിനെ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then size of the business also affect the fixed capital requirement because the large size organization may require a large amount of capital relating to the fixed. ഫിക്സഡ് ക്യാപിറ്റൽ ലാർജ് ഓർഗനൈസേഷന് ഒരുപാട് ആവശ്യമുണ്ട്. ലാർജ് ഓർഗനൈസേഷൻ ഒരുപാട് തരത്തിലുള്ള ഫിക്സഡ് അസറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ അവർക്ക് ഒരുപാട് വേണം. കമ്പയർ ടു ദ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ അവർക്ക് കുറച്ച് ഫിക്സഡ് അസറ്റ് മതിയാവും. അതുകൊണ്ട് അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ കുറച്ച് മതി. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ സൈസും അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സൈസും ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദ ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫേം എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് ഡയറക്ട്ലി മാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഇറ്റ് റിക്വയർസ് മോർ ഫിക്സഡ് ക്യാപിറ്റൽ ദാൻ എൻഗേജ്ഡ് ഇൻ മിയർലി മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റ്. ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ ലൈൻസ് അതിന്റെ ഡൈവേഴ്സിറ്റിന്റെ വൈവിധ്യം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അവർ തന്നെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ there is required for a huge amount of fixed capital. അവിടെ അവർക്ക് ഫിക്സഡ് ക്യാപിറ്റൽ ഒരുപാട് വേണ്ടി വരും. കാരണം അവർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് അവർ മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ അത്തരം ഓർഗനൈസേഷനിൽ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ മാനുഫാക്ചറിങ് മാത്രമേ നടത്തൂ, അവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. മാർക്കറ്റിംഗ് എല്ലാം ഔട്ട്സോഴ്സിംഗ് ആയിരിക്കും, മറ്റുള്ളവർ ആരെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അവരുടെ ഈ ഫിക്സഡ് ക്യാപിറ്റൽ കുറച്ച് മതി. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ ലൈൻസിന്റെ ഡൈവേഴ്സിറ്റി ആ ഓർഗനൈസേഷന്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. Then method of production. എന്തൊക്കെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്. ചില മെത്തേഡിന് കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്, ചില മെത്തേഡിന് അങ്ങനെ കൂടുതൽ ആവശ്യം ഉണ്ടാവില്ല. മീൻസ് മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് പ്രൊഡക്ഷൻ it influences the amount of fixed capital. If the firm is assembling the parts produced by other project, it is fixed capital needs will be less compared to the other types of firm. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഓർഗനൈസേഷനിൽ എല്ലാ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും ആ ഓർഗനൈസേഷനിൽ തന്നെ നടത്തും. അവിടെ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. ചിലപ്പോൾ ചില ഓർഗനൈസേഷൻ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ചില പ്രോഡക്റ്റിന്റെ ചില കാര്യങ്ങളൊക്കെ ചില പാർട്സുകളൊക്കെ മറ്റു ഓർഗനൈസേഷനിൽ വാങ്ങും. അങ്ങനെ വാങ്ങി അസംബിൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ചില ഓർഗനൈസേഷൻ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലെസ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ മതിയാക്കും. കാരണം അവർ അസംബിൾ ചെയ്യുന്ന വർക്കേ ഉള്ളൂ. ആ പ്രോഡക്റ്റിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന ഓരോ പാർട്സും അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ചില ഓർഗനൈസേഷൻ അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെതായ മെഷീനറി വേണ്ടി വരും, അതിൻ്റെതായ സൗകര്യം വേണ്ടി വരും. അപ്പൊ അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആ ഓർഗനൈസേഷന്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ ബാധിക്കുന്നു. ദെൻ മെത്തേഡ് ഓഫ് അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്. Then this is also determine the extent of fixed asset, fixed capital. If the land is purchased, building is constructed or bought. അപ്പോൾ ചില ഓർഗനൈസേഷൻ അക്വയറിംഗ് ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെടുത്തുന്ന മെത്തേഡ്. ചില ഓർഗനൈസേഷൻ സ്വന്തമായിട്ട് ലാൻഡ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് അതിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ അത്തരം ഓർഗനൈസേഷനിലും ചിലപ്പോൾ കൂടുതൽ എന്ത് വേണം, ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വേണം. ചില ഓർഗനൈസേഷൻ അത്രയും ചെയ്യുന്നില്ല, അവർ ലാൻഡ് ചിലപ്പോൾ ലീസിനെടുക്കുകയോ അല്ലെങ്കിൽ ബിൽഡിംഗ് ലീസിനെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ മെത്തേഡ് ഓഫ് അക്വയറിംഗ് ഫിക്സഡ് അസറ്റ് ആ മെത്തേഡിൽ ഉണ്ടാവുന്ന ആ വ്യത്യസ്തത എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെയും ബാധിക്കുന്നുണ്ട്. ദെൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവും. അത് ഈ പറയുന്ന രീതിയിൽ ഫിക്സഡ് അസറ്റിന്റെ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലിനെയും എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ്. ഫോർ എക്സാമ്പിൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിംഗ് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഓർഗനൈസേഷനിൽ ഫർദർ ചേഞ്ചസ് വേണം. ഫ്യൂച്ചറിലേക്ക് കുറെ മോഡേണൈസേഷൻ, ഈ എക്സ്പാൻഷൻ, ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം കൂടുതലായിട്ട് വേണ്ടി വരും ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ എതിരെയുള്ള കോമ്പറ്റേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്ത് അതേ തരത്തിലുള്ള ഓർഗനൈസേഷൻ ഒക്കെ നല്ല രീതിയിൽ മെക്കനൈസ്ഡ് ആവുകയും അവർ ന്യൂ ടെക്നോളജി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതും നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അവിടെ ഫിക്സഡ് ക്യാപിറ്റലൊക്കെ കൂടുതൽ വേണ്ടി വരും. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ മാർക്കറ്റ് കണ്ടീഷൻ, ആ ഓർഗനൈസേഷന്റെ മാർക്കറ്റ് കണ്ടീഷനും ആ ഓർഗനൈസേഷന്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്രോഗ്രാം.
ചില ഓർഗനൈസേഷൻ നിരന്തരമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുകയും അവരുടെ ഈ പറയുന്ന ഈ ഓരോ പ്രവർത്തനങ്ങളും ഈ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഈ പറയുന്ന എൻവയറമെന്റ് അനുസരിച്ച് ചേഞ്ചസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് എക്സ്പാൻഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആവുമ്പോൾ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഫിക്സഡ് അസറ്റ് കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ വൈവിധ്യവും ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, എക്സ്പാൻഷൻ പ്രോഗ്രാം, ഗ്രോത്ത്, ഇപ്പൊ പുതിയ മെഷീനറി ഉപയോഗിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ബിസിനസിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യുക, അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ, അത്തരം പ്രോഗ്രാമുകളൊക്കെ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കൂടുതലായിട്ട് ആവശ്യമുണ്ടായും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ആൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ ഓരോ ഓർഗനൈസേഷന്റെ ഫിക്സഡ് ക്യാപിറ്റൽ വ്യത്യാസമുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും അനുസരിച്ച് അവരുടെ ഫിക്സഡ് ക്യാപിറ്റലിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവരെ ഫിക്സഡ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന ചില, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ബിസിനസിന്റെ സ്വഭാവം, അതുപോലെ തന്നെ ബിസിനസിന്റെ സൈസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലൈൻസിൽ ഉണ്ടാവുന്ന അവരുടെ ഡൈവേഴ്സിറ്റി, അവരുടെ അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡുമായി ബന്ധപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അക്വയറിംഗ്, ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുന്ന മെത്തേഡുമായി ബന്ധപ്പെടുത്തിയിട്ട് അതും ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ബിസിനസിന്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്രോഗ്രാം. That's all about the factors influencing or determining the fixed capital requirement. അടുത്തതായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാം, എങ്കിലും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. The capital required for the day-to-day working of an enterprises. Working capital എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാപിറ്റൽ required for the day-to-day working of an enterprises. ഒരു ഓർഗനൈസേഷന്റെ അവരുടെ ഡേ ടു ഡേ വർക്കിംഗ് നടത്താൻ ആവശ്യമായ ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഫിക്സഡ് ക്യാപിറ്റൽ മാത്രം ഉണ്ടായാൽ പോരാ. ആ ഓർഗനൈസേഷൻ നേരെ വണ്ണം വർക്ക് ചെയ്യണമെങ്കിൽ there is a need for working capital because it is a day-to-day capital for day-to-day workings. Okay, then it is required for the purchase of raw material and for the meeting the day-to-day expenditure on salaries, wages, rents, advertising, etc. അപ്പോൾ ഈ സാധാരണ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫോർ മീറ്റിംഗ് ദ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് സാലറീസ്, വേജസ്, റെന്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ ഡേ ടു ഡേ അഫയേഴ്സിന്റെ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായ എക്സ്പെൻഡിച്ചർ ഒക്കെ മീറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. It is needed for holding some convertible asset, that is current asset such as stock, book debt, bills receivable and cash. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കൺവേർട്ടബിൾ അസറ്റ്, ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്, നമ്മുടെ കറണ്ട് അസറ്റ് ഒക്കെ ഉണ്ട്, സ്റ്റോക്ക്, ബുക്ക് ഡെപ്റ്റ്, ബിൽസ് റിസീവബിൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ആവശ്യമുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. Then the firm operate its business through this asset. ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിലൂടെയാണ്. അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്നും ഇതിനെ പറയാറുണ്ട്. Then these assets are convertible in the sense that is changes from one form of asset to another. It's a convertible assets because it change from one current asset to another current asset. For example, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഡെപ്റ്റേഴ്സ് നടന്നതിന് ശേഷം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവർ ക്യാഷ് നമുക്ക് തരുമ്പോൾ ആ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് എന്തായിട്ട് മാറും? ക്യാഷ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇതിനെ കൺവേർട്ടബിൾ അസറ്റും എന്നും പറയാറുണ്ട്. ഓക്കെ, then cash is converted into raw material into work in progress into finished goods into book debt and bills receivable, and then book debt and bills receivable into cash. അതുകൊണ്ടാണ് ഇതിനെ കൺവേർട്ടബിൾ അസറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു കറണ്ട് അസറ്റിൽ നിന്ന് മറ്റൊരു കറണ്ട് അസറ്റ് ആയിട്ട് മാറുന്നു. നമ്മൾ നോക്കാം ആ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത് ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നു. ആ റോ മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് വർക്കിംഗ് പ്രോഗ്രസ് ആവുന്നു. ആ വർക്കിംഗ് പ്രോഗ്രസ് ആണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറുന്നത്. ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിൽ നടത്തിയിട്ട് ഒന്നുകിൽ അത് ക്യാഷ് ആയിട്ട് മാറും, അതല്ലെങ്കിൽ ബുക്ക് ഡെപ്റ്റോ ബിൽസ് റിസീവബിളോ ആയിട്ട് മാറും. പിന്നീട് ഈ ബുക്ക് ഡെപ്റ്റോ ബിൽസ് റിസീവബിളോ നമുക്ക് കിട്ടുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറും? ക്യാഷ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ one form of current asset transferred to another form or converted into another form of current asset. That is why the current asset is called convertible asset. Okay,
അതുകൊണ്ടാണ് ഇതിനെ കൺവേർട്ടബിൾ അസറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ റിവോൾവിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും. അപ്പോൾ എന്തൊക്കെ പറയും? കൺവേർട്ടബിൾ അസറ്റ്, അതുപോലെ തന്നെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, അതല്ലെങ്കിൽ റിവോൾവിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ഓർ ലിക്വിഡ് ക്യാപിറ്റൽ എന്നൊക്കെ വർക്കിംഗ് ക്യാപിറ്റലിൽ പറയാറുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എൻ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാ? ഇറ്റ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നേരത്തെ നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ കാര്യം ഫിക്സഡ് ക്യാപിറ്റൽ പറഞ്ഞ പോലെ തന്നെ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് is called working capital. It's a very, very important capital for the purpose of doing the day-to-day affairs of the organization. That is why it is called operating capital. Okay. ഇനി എത്ര ടൈപ്സ് ഓഫ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ അതിന്റെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വർക്കിംഗ് ക്യാപിറ്റലിന് സാധാരണ രീതിയിൽ രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ഗ്രോസ് കൺസെപ്റ്റും അതുപോലെ തന്നെ നെറ്റ് കൺസെപ്റ്റും. ഗ്രോസ് കൺസെപ്റ്റും നെറ്റ് കൺസെപ്റ്റും. ആ ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് അസറ്റിനെയാണ്. ടോട്ടൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതായത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ ഗ്രോസ് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. എല്ലാ കറണ്ട് അസറ്റും കൂടിയതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കരുതുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടോട്ടൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് നെറ്റ് കൺസെപ്റ്റ് ആണ്. ആ നെറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് ഫിഗർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് കൺസെപ്റ്റ്. അപ്പൊ നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലാബിലിറ്റി ലെസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് ഓഫ് ഡിഫറൻസ് കിട്ടും. ദാറ്റ് എമൗണ്ട് ഓഫ് ഡിഫറൻസ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തൊക്കെ? ഗ്രോസ് കൺസെപ്റ്റും അതുപോലെ തന്നെ നെറ്റ് കൺസെപ്റ്റ്. Then types of working capital. Working capital types. സാധാരണ ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ രണ്ട് തരത്തിലാണല്ലോ. ഒന്ന് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, മറ്റൊന്ന് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്. ദാറ്റ് ഈസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഈ പറയുന്ന വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ അഗൈൻ ദീസ് കാറ്റഗറീസ് ക്ലാസിഫൈഡ് ഇൻ സോ മെനി കാറ്റഗറീസ്. അതുപോലെ തന്നെ ഇത് വീണ്ടും ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. There is always a minimum amount of working capital which is continuously required by the enterprises to carry out its normal business operation. So normal business operation, ഒരു ഓർഗനൈസേഷൻ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ ക്യാരി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു റിക്വയർഡ് മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഒരു ബിസിനസ്സിന് ആവശ്യമാണ്. അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ നടത്താൻ വേണ്ടി, അതായത് നോർമൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ആവശ്യമാണ്. ദാറ്റ് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു ക്യാരി ദ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ. ദെൻ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ? ഓക്കെ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു. അപ്പൊ ഈ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഒരു മിനിമം എമൗണ്ട് ബിസിനസ്സിൽ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് അവരുടെ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ആ ഫിക്സഡ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. ഓക്കെ, minimum amount of working capital required to ensure the effective utilization of fixed asset and support the normal operation of business. അപ്പൊ ഇത്തരത്തിലുള്ള മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫിക്സഡ് അസറ്റ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫിക്സഡ് അസറ്റ് മാത്രം ഉണ്ടായ യൂട്ടിലൈസേഷൻ നടക്കൂല. അതിനെ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ there is a need of certain amount. That amount is called permanent working capital or ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനും അല്ലെങ്കിൽ നോർമൽ ഓപ്പറേഷനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെർമനന്റ്ലി ബ്ലോക്ക്ഡ് ഇൻ കറന്റ് അസറ്റ്. ഇത് വർക്ക് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ എമൗണ്ട് എപ്പോഴും ഏതുമായിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു? കറന്റ് അസറ്റുമായിട്ട് ബ്ലോക്ക് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കറന്റ് അസറ്റിൽ എപ്പോഴും ആ എമൗണ്ട് ആ കറന്റ് അസറ്റുമായിട്ട് കിടക്കുന്നു. അതിനെയാണ് ഈ പറയുന്ന പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നും. അപ്പൊ എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ? മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ ബിസിനസ് ഫോർ ഡൂയിങ് ദെയർ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻസ് ഓർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. അതിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ 3 തരത്തിൽ, ഒന്ന് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, ക്യുഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. The working capital which is needed in the initial stage of business is called initial working capital. It is a capital with which the project is commenced. So initial working capital പേരിൽ തന്നെയുണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഈ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ആ പ്രൊജക്ട് കമൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആവശ്യമുണ്ട്. ആ എമൗണ്ടിനെയാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് ദ എമൗണ്ട് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആഫ്റ്റർ ദ പ്രൊജക്ട് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഗോയിങ് കൺസേൺ. ഇതെന്ന് പറയുന്നത്, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് അവരുടെ കണ്ടിന്യൂസ് ഓപ്പറേഷൻ, ഓരോ ദിവസത്തെയും കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആവശ്യമായ എമൗണ്ടിനെയാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷൻ കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഗോയിങ് കൺസേൺ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഗോയിങ് കൺസേൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷന് അവരുടെ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ക്യാപിറ്റലാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മിനിമം എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാപിറ്റൽ ടു കീപ് അപ്പ് ദ ക്യാപിറ്റൽ സർക്കുലേറ്റിംഗ് ഫ്രം ക്യാഷ് ടു ഇൻവെന്ററീസ് റിസീവബിൾ ബാക്ക് അഗെയിൻ ടു ക്യാഷ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ആണ്. ഇത് ഒരു ഓർഗനൈസേഷൻ റെഗുലർ ആയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് നടത്താൻ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അത് ക്യാഷിൽ നിന്ന് ഇൻവെന്ററി ആയിട്ട് മാറും, ഇൻവെന്ററിയിൽ നിന്ന് റിസീവബിൾ ആയിട്ട് മാറും, പിന്നെ വീണ്ടും അഗെയിൻ ക്യാഷ് ആയിട്ട് മാറും. അതിനെയാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. പിന്നെ ബിസിനസ് ഓർഗനൈസേഷൻ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, അതായത് ഗോയിങ് കൺസേൺ ആയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേണ്ട ക്യാപിറ്റലാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Then third classification, reserve margin or cushion working capital. Reserve margin or cushion working capital എന്ന് പറയും. It is the excess working capital over the regular working capital that should be kept in the reserve for contingencies that may arise at any time. അപ്പോൾ റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ആൻഡ് എബോവ് ദ നോർമൽ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനെക്കാളും കൂടുതലായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിന് റെഗുലർ ആക്ടിവിറ്റീസ് നടത്താൻ അതിനേക്കാളും കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് മീറ്റിംഗ് ദ കണ്ടിൻജൻസീസ്. ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കണ്ടിൻജൻസീസ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യുന്നത്. ദിസ് കണ്ടിൻജൻസീസ് മേ ബി റൈസിംഗ് പ്രൈസ്, ബിസിനസ് ഡിപ്രഷൻ, സ്ട്രൈക്ക്, സ്പെഷ്യൽ ഓപ്പറേഷൻ സച്ച് ആസ് എക്സ്പെരിമെന്റ് വിത്ത് ന്യൂ പ്രൊഡക്റ്റ്. അപ്പൊ ഈ ബിസിനസ്സിൽ എന്തെങ്കിലും കണ്ടിൻജൻസി ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ, ബിസിനസ് ഡിപ്രഷൻ ആവുമ്പോൾ, സ്ട്രൈക്ക്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ, എക്സ്പെരിമെന്റ് ഉണ്ടാകുമ്പോൾ, ന്യൂ പ്രൊഡക്റ്റിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഈ റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷൻ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ അല്ലെങ്കിൽ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, then second main classification, variable. First one is the permanent working capital, then variable working capital. Any amount over and above the permanent working capital is variable or temporary working capital. അപ്പോൾ ഈ പറയുന്ന പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മിനിമം എമൗണ്ട് റിക്വയർഡ് ആണ്, അതിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനേക്കാളും കൂടുതലായിട്ട് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെക്കാളും കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് വരുന്നത്. അതിനെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയാം. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വേരീസ് വിത്ത് വോളിയം ഓഫ് ബിസിനസ്. ഓരോ ഓർഗനൈസേഷന്റെ വോളിയത്തിനനുസരിച്ച് ആ ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ വേരി ചെയ്യും. അതുകൊണ്ടാണ് ഇതിന്റെ വേരിയബിൾ എന്ന് പറയുന്നത്. മറ്റേ പെർമനന്റ് എന്ന് പറയുന്നത് ഒരു മിനിമം എമൗണ്ട് എന്തായാലും വേണം. പിന്നെ അതേപോലെ തന്നെ ഓരോ ഓർഗനൈസേഷന്റെ വോളിയം ഓഫ് ബിസിനസ്സിനനുസരിച്ച് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും.
അപ്പൊ അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന്റെ വോളിയത്തിനനുസരിച്ച് വേരി ചെയ്യുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ അഡീഷണൽ ക്യാപിറ്റൽ നീഡഡ് ടു മീറ്റ് സീസണൽ ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. ഇതൊരു അഡീഷണൽ ക്യാപിറ്റൽ ആണ് ബിസിനസിന്റെ എന്തിനാ ചില പ്രത്യേകമായ സീസണൽ അതുപോലെ സ്പെഷ്യൽ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ. നോർമൽ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സീസൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഓർഗനൈസേഷന്റെ വോളിയം ഓഫ് ബിസിനസിനനുസരിച്ച്. Then variable working capital is again divided into seasonal working capital and special working capital. ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെ വീണ്ടും നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതൊന്ന് സീസണൽ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും. അതെന്താണെന്ന് നോക്കാം. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ again classified into first one seasonal working capital. It is the working capital which is needed to meet the season needs of the firm. It refers to the additional working capital required during busy season. അതായത് ചില സീസണിൽ ബിസിനസ് ഓർഗനൈസേഷൻ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം ഉണ്ടാവും. മനസ്സിലായല്ലോ? ചില സീസണിൽ ചില ഓരോ ഓർഗനൈസേഷന്റെ സ്വഭാവത്തിനനുസരിച്ച് ഓരോ സീസണിൽ അവർ ബിസിനസ് ആ രീതിയിൽ മാറേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ സീസണിന്റെ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഓർഗനൈസേഷനിലെ പ്രത്യേകമായ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Then special working capital. This refers to the extra working capital to be maintained to finance special operation. It may be required to carrying a special sales campaign, financing slow moving stock, or financing period of strike, lockout, etc. സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് സ്പെഷ്യൽ ഈവൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ചില സിറ്റുവേഷൻസോ ബിസിനസ്സിൽ വരും. ആ സ്പെഷ്യൽ സിറ്റുവേഷനിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിൽസ് പ്രൊമോഷന്റെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്നായിരിക്കാം. അപ്പൊ അവിടെ ഫിനാൻസ് ആവശ്യമാണ്. അതാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സ്ലോ മൂവിങ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫണ്ട് അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ സ്റ്റോക്ക് ഈസി ആയിട്ട് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പൊ അത്തരം സ്പെഷ്യലായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്, ദാറ്റ് ഈസ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3 categories: initial working capital, regular working capital, reserve margin or cushion working capital. Then variable working capital again classified into 2 categories, that is seasonal working capital അതുപോലെ തന്നെ special working capital. Okay, that's all the types of working capital. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡെഫിഷ്യൻസി, ഒരു ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടായാൽ, ഡെഫിഷ്യൻസി പറഞ്ഞാൽ ഷോർട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ ആ ഓർഗനൈസേഷന്റെ ഡേഞ്ചേഴ്സ്, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലഭ്യതയില്ലെങ്കിൽ. അതായത് ആഡിക്വറ്റ് ആയ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്ന് പറയാം. ദാറ്റ് മീൻസ് ഡെഫിഷ്യൻസി ആണ് ഉള്ളതെങ്കിൽ ആ ബിസിനസിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ ഡേഞ്ചേഴ്സ് ആണുള്ളത് നോക്കാം. ഒന്ന്, ഇറ്റ് മേ ലീഡ് ടു ബിസിനസ് ഫെയിലിയർ. ബിസിനസ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും. കാരണം ബിസിനസ് ഓർഗനൈസേഷന് പ്രവർത്തിക്കണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതില്ലെങ്കിൽ ബിസിനസ് ഫെയിൽ ആവും. Then second one, the firm cannot take advantage of new opportunities adapt to change. പുതിയ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ പുതിയ ചേഞ്ചസ് വരുമ്പോൾ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഫേമിന് കഴിയാം. എന്തുകൊണ്ടാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പിന്നെ അതിനൊന്നും ഫണ്ട് ആവശ്യം, ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? ഫിക്സ്ഡ് ക്യാപിറ്റൽ നമ്മൾ ഫിക്സ്ഡ് അസറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന പുതിയ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മൾക്ക് ചില എമൗണ്ടുകൾ ആവശ്യമുണ്ട്. ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ അപ്പോൾ ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ പുതിയ ഓപ്പർച്യൂണിറ്റീസോ ചേഞ്ചസോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ട്രേഡ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമുക്ക് ലോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ഫണ്ട് ഇല്ലാതെ നടക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല. ദെൻ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ഈസ് ലോസ്റ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. നമ്മുടെ ബിസിനസ് ഓപ്പറേഷനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യും? അതും നഷ്ടപ്പെടും. ദെൻ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് മേ അപ്ലൈ ടു കോർട്ട് ഫോർ ബൈൻഡിങ്. ഇങ്ങനെ ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാന്ന് ക്രെഡിറ്റേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കോർട്ടിൽ സമീപിക്കാൻ സാധ്യതയുണ്ട്. എന്തിന്? ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? അല്ലെങ്കിൽ ബിസിനസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല.
അപ്പൊ അത് ക്രെഡിറ്റേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അത് നിയമപരമായ കോർട്ടിലേക്ക് പോകാനും നമ്മുടെ ബിസിനസ് വൈൻഡപ്പ് ചെയ്യാനുള്ള നടപടികൾ അവർ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് പാൾസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ വളരെ കുറവാകുകയും ചെയ്യും. ദെൻ ഇറ്റ് എഫക്ട് ദ ഡിവിഡൻഡ് പോളിസി അഡ്വേഴ്സ്ലി, ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ഡിവിഡൻഡ് പോളിസിയെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. കാരണം നമുക്കിവിടെ എന്തില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് പോളിസിനെ അഡ്വേഴ്സ് ആയിട്ട് ഇഫക്ട് ചെയ്യുകയും ചെയ്യും. ദെൻ കമ്പനി കനോട്ട് യൂട്ടിലൈസ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ് പ്രോപ്പർലി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഒരുപാട് എമൗണ്ട് ചെലവഴിച്ചിട്ട് ഫിക്സഡ് അസറ്റ് ഓർഗനൈസേഷനിൽ ഒരുപാടുണ്ട്. പക്ഷേ ആ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കാൻ നമ്മൾക്ക് ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ചെലവിന് ആ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കാനുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഒരു ചെലവിന് ആവശ്യമുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ദാറ്റ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിനെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളാണ് വർക്കിംഗ് ക്യാപിറ്റൽ, പ്രോപ്പറായ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഓർഗനൈസേഷനിൽ ഇല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണെന്ന് വിചാരിക്കുക, അതും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റലാണ് ഒരു ഓർഗനൈസേഷനിൽ, ഫെയർ വർക്കിംഗ് ക്യാപിറ്റലാണ് ഒരു ഓർഗനൈസേഷന് വേണ്ടത്. പക്ഷേ കുറവാണെങ്കിലും പ്രശ്നമാണ്, അതുപോലെ തന്നെ വളരെ കൂടുതലാണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിൽ പ്രശ്നമാണ്. അപ്പൊ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള പ്രശ്നം? ദ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഐഡിയൽ ഫണ്ട് വിച്ച് ഗീവ്സ് നോ പ്രോഫിറ്റ്, ദ റേറ്റ് ഓഫ് റിട്ടേൺ ഫാൾസ്. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് മീൻസ് ഐഡിയൽ ഫണ്ട് വിച്ച് ഗിവ്സ് നോ പ്രോഫിറ്റ്. നമ്മുടെ കയ്യിൽ കൂടുതൽ ഫണ്ട് ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് കൊടുക്കുന്നില്ല. അതാണ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കുണ്ടാവുന്ന എമൗണ്ട്, നമുക്കുണ്ടാവുന്ന പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ബിസിനസ്സിൽ തന്നെ വെക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ആ ഫണ്ട് കുറച്ച് ഐഡിയൽ ആയിട്ട് കിടക്കും. അവിടെ ഐഡിയൽ ആയിട്ട് ബിസിനസ് വർക്കിംഗ് ക്യാപിറ്റൽ ഐഡിയൽ ആയിട്ട് കിടക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പ്രോഫിറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, താഴ്ന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഷെയർസ് മേ ഫാൾ ഡ്യൂ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്, നമ്മുടെ കമ്പനിയുടെ ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മുടെ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്നത് വളരെ കുറവാണ്. ഫണ്ട് ഐഡിയൽ ആയിട്ട് ബിസിനസ്സിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഡിറ്റോറിയേറ്റ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി തന്നെ ഒരു നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരു ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഡിമിനിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ പോവുക. ഇറ്റ് മേ എൻകറേജ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ വഴി പറ്റും. ദെൻ ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകറേജ്ഡ്. അതേപോലെ തന്നെ ഫണ്ട് ഇങ്ങനെ കുറെ ഉണ്ടാകുമ്പോൾ ലിബറൽ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു പ്രശ്നമായിട്ടാണ് അതും കരുതുന്നത്. ദെൻ ഇൻഎഫിഷ്യൻസി മേ ബി എൻകറേജ്ഡ്. അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻസി ചിലപ്പോൾ എൻകറേജ് ചെയ്യാൻ സാധ്യത. എന്തുകൊണ്ടാ, ഫണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല, അപ്പൊ അങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ വരും. അതൊരു ഇൻഎഫിഷ്യൻസി വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യാനുള്ള ഒരു പ്രോസസ് ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് വേസ്റ്റ് ആൻഡ് ലോസ് ഡ്യൂ ടു ബാഡ് ഡെപ്റ്റും അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ കൂടുതലാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്രയുമാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട്, അതായത് നമ്മുടെ ബിസിനസ്സിൽ എക്സസീവായിട്ട് കിടക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. നേരത്തെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് പറഞ്ഞ പോലെ തന്നെ ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നാച്ചർ ഓഫ് ബിസിനസിന്റെ സ്വഭാവം മിക്കവാറും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് മാനുഫാക്ചറിംഗ് ഒരു ട്രേഡിംഗ് കൺസേൺ റിക്വയർ മോർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. മാനുഫാക്ചറിംഗ് കമ്പനിയോ ട്രേഡിംഗ് കമ്പനിയോ ആണെങ്കിൽ അവർക്ക് സാധാരണ രീതിയിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടാ, ടു ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ദ ഇൻവെന്ററീസ് ആൻഡ് ഡെപ്റ്റേഴ്സിൽ ഇൻവെസ്റ്റേഴ്സിൽ ഈ പറയുന്ന ഇൻവെന്ററീസിലൊക്കെ അവർ കൂടുതൽ മാനുഫാക്ചറിംഗ് ട്രേഡിംഗ് കമ്പനി എല്ലാം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വരും. പക്ഷെ ചില ഓർഗനൈസേഷന് ഈ പറയുന്ന പബ്ലിക് യൂട്ടിലിറ്റീസ്, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, ഈ പറയുന്ന കാര്യങ്ങളിൽ വർക്കിംഗ് ക്യാപിറ്റൽ അത്ര കൂടുതൽ വേണ്ട, അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടത്. അപ്പൊ ഒരു ബിസിനസിന്റെ സ്വഭാവത്തിനനുസരിച്ച് ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റലും മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ടൈം സ്പാൻ ബിറ്റ്വീൻ പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുകയും ചെയ്യാൻ ഒരു സമയമെടുക്കും. അതിനെയാണ് ആ ടൈം സ്പാനിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ടൈമിൽ എന്തൊക്കെ ഈ പറയുന്ന ദിസ് ടൈം ഇൻവോൾവ്ഡ് ഇൻ ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ഇസ് കോൾഡ് പ്രൊഡക്ഷൻ സൈക്കിൾ. അപ്പൊ ആ ഒരു സ്പാൻ ഓഫ്
ടൈം സ്പാനിൽ ഒരുപാട് സമയം നമ്മൾ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഓരോ ഓർഗനൈസേഷന്റെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, മെറ്റീരിയൽ പർച്ചേസ് വർക്കിംഗ് പ്രോഗ്രസ് ആവുന്നു, വർക്കിംഗ് പ്രോഗ്രസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, പ്രോഡക്റ്റ് നമ്മൾ സെയിൽസ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ അത്തരത്തിലുള്ള അതിനുള്ള സമയത്തിനെയാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അത് ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നുണ്ടാകും, മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ഷൻ സൈക്കിളിന്റെ പീരീഡ് കൂടുതലാണെങ്കിൽ അവിടെ there is a need of ലാർജ് വർക്കിംഗ് ക്യാപിറ്റൽ, അവിടെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ദെൻ സൈസ് ഓഫ് ദ ബിസിനസിന്റെ സൈസിനനുസരിച്ചും എന്തുണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം ഉണ്ടാവും. ബിസിനസിന്റെ സൈസ് വളരെ കൂടുതലാണ്, ലാർജ് സൈസ് ഓർഗനൈസേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഓക്കെ, ദെൻ ടേൺ ഓവറും ബിസിനസിന്റെ ഇതിനെ ബാധിക്കും. അതായത് ദ ടേൺ ഓവർ മീൻസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവേർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്. ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നു, സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രമാത്രം നമുക്ക് സെയിൽ ആയിട്ട് മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ് ടേൺ ഓവർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇഫ് ദ ടേൺ ഓവർ ഈസ് ഹയർ ഇറ്റ് വിൽ ബി റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ ടേൺ ഓവർ, അതായത് അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസ് ആയിട്ട് മാറ്റാനുള്ള കഴിവ് അവർക്ക് കൂടുതലാണെങ്കിൽ, ടേൺ ഓവർ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അവർക്ക് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം മതി. പക്ഷെ ചില ടേൺ ഓവർ കപ്പാസിറ്റി കുറവാണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമുണ്ടാകും. ദെൻ ടേംസ് ഓഫ് ട്രേഡിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ ഈ കൺസേൺ വിച്ച് പർച്ചേസ് ക്രെഡിറ്റ് ആൻഡ് സെയിൽസ് ഓൺ ക്യാഷ് വിൽ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ ഈ പറഞ്ഞ റോ മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റ് ബേസിലാണ്, ഇതൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ട് ക്യാഷ് ബേസിലാണ് സെയിൽസ് നടത്തുന്നതെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. പക്ഷെ ചില ഓർഗനൈസേഷൻ ക്യാഷ് ബേസിലാണ് ഈ റോ മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, പക്ഷെ സെയിൽസ് നടത്തുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ there is a need of huge amount of working capital. അതാണ് ടേംസ് ഓഫ് ട്രേഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ. ബിസിനസിന്റെ സൈക്കിളിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, ദാറ്റ് മീൻസ് ബൂം, ഡിപ്രഷൻ, റിസഷൻ, റിക്കവറി, ഈ പീരീഡിലൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ബൂം പീരീഡിലാണ് there is a need of large amount of working capital. ബൂം പീരീഡിലാണെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സാധാരണ രീതിയിൽ മറ്റേ റിസഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ടായിട്ട് മതി. അപ്പോൾ ഒരു ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ അത് എഫക്ട് ചെയ്യും. The nature and value of the product. Nature and value of the product. If the cost of raw material is large proportion of the total cost of finished product, working capital required will be large. നാച്ചുറൽ ആൻഡ് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന വിചാരിക്കാം ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ, അല്ലെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റിൽ ഈ പറഞ്ഞ റോ മെറ്റീരിയൽ കോസ്റ്റ് പോർഷൻ ആണ് കൂടുതലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ആവശ്യമുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സീസണൽ ഫ്ലക്ച്വേഷൻ. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ അറിയാം, നമ്മൾ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ ഒരുപാട് തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് വേണം. അതായത് സെർട്ടൻ ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് ആൻഡ് സെൽസ് ഗുഡ്സ് ഓൺലി ഡ്യൂറിങ് സെർട്ടൻ സീസൺ. ചില സീസണിൽ മാത്രമേ ചില ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനനുസരിച്ച് ആ സീസണിൽ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചും കൂടി കൂടുതൽ ആവശ്യം ഉണ്ടാവും. ദെൻ യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻസ്. സാധാരണ രീതിയിൽ ഈ പറഞ്ഞ മെഷീൻസ് ഉപയോഗിക്കുന്ന ഓർഗനൈസേഷനിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറച്ച് കുറവ് മതിയാവും. പക്ഷെ മാനുവൽ ആണ് ചെയ്യുന്നതെങ്കിൽ, മാനുവൽ ലേബർ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുണ്ടാവും. ഓക്കെ, ദെൻ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഓരോ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എക്സ്പാൻഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ പോളിസി എങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ എക്സ്പാൻഷനും ഗ്രോത്ത് ഒക്കെ നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് അവർ ഈ പുതിയ പുതിയ ചേഞ്ചസ് ഒക്കെ ചെയ്യുന്ന, അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുണ്ട്. അല്ലാതെ സ്റ്റാറ്റിക് ആയ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിട്ട് മതിയാകും. ദെൻ കമ്പനി പോളിസി. ബിസിനസ് കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കമ്പനി പോളിസീസ്. അതായത് അവരുടെ ഡിപ്രീസിയേഷൻ പോളിസി, ഡിവിഡൻഡ് പോളിസി, ഈ പറഞ്ഞ ഒരുപാട് പോളിസീസ് ഉണ്ട് കമ്പനിയുടെ. ആ പോളിസിക്ക് അനുസരിച്ചും അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്, വളരെ വിശദമായിട്ട് പറഞ്ഞു. നാച്ചർ ഓഫ് ബിസിനസ്, പ്രൊഡക്ഷൻ സൈക്കിൾ, സൈസ് ഓഫ് ബിസിനസ്, ടേൺ ഓവർ, ടേംസ് ഓഫ് ട്രേഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻ, നാച്ചുറൽ ആൻഡ് വാല്യൂ ഓഫ് പ്രോഡക്റ്റ്, സീസണൽ ഫ്ലക്ച്വേഷൻസ്, അതുപോലെ തന്നെ യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻസ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, കമ്പനി പോളിസീസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിരുന്നു ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഡേഞ്ചേഴ്സ് ഓഫ് എക്സസ് ആൻഡ് ഈ ഡെഫിഷ്യൻസി,
ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.